നെക്സ്റ്റ് വരുന്നതാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2-ൽ മെയിൻലി നമ്മുടെ മാത്തമാറ്റിക്കലായിട്ട് വരുന്ന ലോജിക്സും അതേപോലെ തന്നെ നമ്മളിപ്പോൾ എങ്ങനെയൊക്കെയാണ് AIs അതിൻ്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഈ AI-ൽ നമ്മുടെ നോളജുകൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഡേറ്റാസ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നോളജ് റെപ്രസെൻറ്റേഷൻ ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ പില്ലറാണ്. അതായത് ഈ നോളജ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള AIസും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മുടെ ഏറ്റവും AIയുടെ ഫണ്ടമെൻ്റൽ പില്ലർ എന്ന് പറയുന്നത് ഏതാണ്? നോളജ് റെപ്രസെൻറ്റേഷനും അതിൻ്റെ റീസണിങ്ങുമാണ്. സോ ഈ മെഷീൻസിനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്താനും പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് കൊടുക്കാനും ഒക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഈ നോളജ് റെപ്രസെൻറ്റേഷൻ ആൻഡ് റീസണിങ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോളജ് റെപ്രസെൻറ്റേഷന് ഷോർട്ടാക്കിയിട്ടാണ് ഇവിടെ KR എന്ന് എഴുതിയിട്ടുള്ളത്. സോ KR ഈസ് ദ ഏരിയ ഓഫ് AI that deals with the problem of representing, maintaining and manipulating knowledge about an application domain. Since virtually all AI systems have to address this problem, knowledge representation is one of the central subfields of AI. അതായത് ഈ നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്? പ്രോബ്ലം ഓഫ് നമ്മുടെ നോളജിൻ്റെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, നോളജുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നോളജുകൾ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? നോളജ് റെപ്രസെൻറ്റേഷനിൽ വരുന്നത്. സോ നമ്മുടെ ഈ നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ സബ് ഫീൽഡ്സ് ഓഫ് AI ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഓണ്ടോളജി. സോ ഓണ്ടോളജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോളജുകളെ റെപ്രസെൻറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനുമാണ് ആ ഒരു ഏരിയ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ ആ ഒരു ഏരിയയിൽ വരുന്ന മെയിനായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഓണ്ടോളജി എന്ന് പറയുന്നത്. ഈ ഓണ്ടോളജീസ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒരു സ്ട്രക്ചേർഡ് വേയിൽ ഇൻഫോർമേഷൻസിനെ ഓർഗനൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമാണ് ഓണ്ടോളജീസ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓണ്ടോളജീസിന് പറ്റും. അതായത് നമുക്ക് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാനും ആ കോൺസെപ്റ്റുകൾ വരുന്ന എങ്ങനെയൊക്കെയാണ് ടോപ്പിക്സ്, സബ് ടോപ്പിക്സ്, കാര്യങ്ങൾ അതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡേറ്റാസ് ഏതൊക്കെയാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഡേറ്റാസിനെ അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ഇതിനൊക്കെ ഈ ഓണ്ടോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓണ്ടോളജിക്ക് എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ തിങ് എന്ന് പറയുന്ന ഒരു സാധനം. തിങ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം, എന്ത് തിങ്സ് വേണമെങ്കിലും ആവാം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള മൂവീസ്, പേഴ്സൺ, സ്ക്രിപ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തൊക്കെ ഉണ്ടാവും? രണ്ട് തരത്തിലുള്ള മൂവീസ്, മീൻസ് കുറേ തരങ്ങളുണ്ട്, ടൈപ്സ് ഓഫ് മൂവീസ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ എക്സാമ്പിളിനായിട്ട് ത്രില്ലർ ഉണ്ടാവാം, ഡ്രാമ, ആ ഒരു ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ വേർഡ്സും അല്ലെങ്കിൽ ഓരോ മീൻസ് വരുന്ന അതിൽ ഓരോ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പെട്ടെന്ന് ഈസിയർ വേയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് വരുന്നത് നോളജുകളെ ഒരു സ്ട്രക്ചേർഡ് വേയിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഓണ്ടോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാവും? ആക്ടേഴ്സ് ഉണ്ടാവും, ഡയറക്ടേഴ്സ് ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പേഴ്സൺസ് ഉണ്ടായിരിക്കും. സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ത്രില്ലറിനൊരു സ്ക്രിപ്റ്റ്, ഡ്രാമ ആണെങ്കിൽ വേറൊരു സ്ക്രിപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഓരോന്നിനെയും അങ്ങനെ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. സോ മെയിനായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണ്ടോളജിയിൽ വരുന്ന കമ്പോണൻസ് ആണ് ഇൻഡിവിജ്വൽസ്, ക്ലാസ്സസ്, ആട്രിബ്യൂട്ട്സ്, റിലേഷൻസ്. സോ ഫസ്റ്റ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ, ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ്സ്, ഇതൊക്കെ നമുക്ക് ഇൻഡിവിജ്വൽസ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അറ്റോമിക് ലെവൽ ഓഫ് ഓണ്ടോളജിയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് കളക്ഷൻസ് ഓഫ് വാരിയസ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ ടേംഡ് ആസ് എ ക്ലാസ്സസ്. അപ്പോൾ ഒരു ഒബ്ജക്ട്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസ്സസ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൂവീനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് പറഞ്ഞത്, ഇറ്റ് കണ്ടെയ്ൻസ് ലൈക്ക് സ്ക്രിപ്റ്റ്, ഡയറക്ടർ, ആക്ടേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്നത് എന്താണ്? ഈ പറഞ്ഞ
ഈ പറഞ്ഞ ലെവലിൽ കിടക്കുന്ന സ്ക്രിപ്റ്റ്, ഡയറക്ടർ, ആക്ടേഴ്സ് ഇതൊക്കെ എന്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആയിട്ട് വരാം, മൂവിയുടെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? അതിൻ്റെ കളറ്, അത് ഏത് കമ്പനിയുടെയാണ്, അതിൻ്റെ നമ്പർ ഓഫ് വീൽസ് വെച്ചിട്ട്, അതേപോലെ തന്നെ അതിൻ്റെ അതർ ഫെസിലിറ്റീസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അടുത്താണ് റിലേഷൻസ് എന്ന് പറയുന്നത്. വേസ് ഇൻ വിച്ച് കോൺസെപ്റ്റ്സ് ആർ റിലേറ്റഡ് ടു വൺ അനദർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ് എ ഷോൺ എബവ് ഇൻ ഡയഗ്രാം, നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രത്തിൽ പറഞ്ഞ പോലെ മൂവി ഹാസ് ടു ഹാവ് എ സ്ക്രിപ്റ്റ് ആൻഡ് ആക്ടേഴ്സ് ഇൻ ഇറ്റ് അല്ലേ. അപ്പോൾ റിലേഷൻസ് എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റിന് എന്തുണ്ട്? ആക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഒരു സ്ക്രിപ്റ്റിന് എന്തുണ്ടാവും? ഒരു റൈറ്റർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പേഴ്സൺസ്, അതിൻ്റെ ഇടയിൽ വരുന്ന ആളുകൾ തമ്മിലുള്ള റിലേഷൻസിനെ കാണിക്കാനും എന്താണ് നമ്മളിവിടെ റിലേഷൻസ് ഒരു ടേം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഡയഗ്രത്തിൽ ചെയ്യുന്നത്. സോ അടുത്തത് വരുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഓണ്ടോളജീസ് ആണ്. ഈ ഓണ്ടോളജീസിൻ്റെ ഏതൊക്കെ രീതിയിലാണ് നമ്മളതിനെ നമുക്ക് ഫേവറായിട്ട് രീതിയിൽ അതിനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമാൻറ്റിക് വെബ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതായത് സെമാൻറ്റിക് വെബിൽ നമ്മളുടെ ഇൻ്റർ ഓപ്പറബിലിറ്റി, അതായത് ഡേറ്റ ഇൻറ്റഗ്രേഷൻ, അതായത് നമ്മുടെ ഡിഫറെൻറ്റ് സിസ്റ്റംസിലും എന്തായിരിക്കും? ഡിഫറെൻറ്റ് ഡേറ്റാസ് ആയിരിക്കും. സോ അതിന് ഡിഫറെൻറ്റ് വേയിൽ നമ്മളൊരു ഇൻ്റർ ഓപ്പറബിലിറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഓരോ വേർഡ്സിൻ്റെ മീനിങ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് സെമാൻറ്റിക് വെബ് എന്ന് പറയുന്നത്. അതായത് മീനിങ് പ്ലസ് അതിൻ്റെ വേർഡ്, അതായത് ഏതൊരു കാര്യം എടുത്താലും അതിനൊരു മീനിങ് ഉണ്ടായിരിക്കും വേർഡിന്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യാനാണ് സെമാൻറ്റിക് വെബ് യൂസ് ചെയ്യുന്നത്. നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസ് ചെയ്യാനും ഇൻഫർമേഷൻസ് ഈസി ആയിട്ട് എഫിഷ്യൻ്റായിട്ട് റിട്രീവ് ചെയ്യാനും, അതേപോലെ തന്നെ നോളജിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചേർഡ് മോഡൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഓണ്ടോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ NLP എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും അതിൽ ലാംഗ്വേജും ടെക്സ്റ്റുകളൊക്കെ വരുന്നതാണ് NLP. സോ അവിടെ നമുക്ക് ഡേറ്റ പ്രോപ്പറായിട്ടത് അറേഞ്ച് ചെയ്തിട്ടില്ല, ഓർഗനൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ടായിരിക്കും നമുക്കത് മാനേജ് ചെയ്യാനായിട്ട്. സോ ആ ഒരു കോൺസെപ്റ്റിൽ ഈ പറഞ്ഞ ഓണ്ടോളജി വളരെയധികം നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് എന്താണ് ഈ പറഞ്ഞ നോളജ് റെപ്രസെൻറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളുടെ ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നോളജ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരുപാട് രീതിയിൽ നമുക്കതിനെ നോളജസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രപ്പോസിഷണൽ ലോജിക്, നെക്സ്റ്റ് വണ്ണാണ് പ്രെഡിക്കേറ്റ് ലോജിക്, നെക്സ്റ്റ് വണ്ണാണ് ഡിസ്ക്രിപ്ഷൻ ലോജിക്. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോളജസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രപ്പോസിഷൻ ലോജിക്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്കിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യുക വിത്ത് സെൻറ്റൻസസ്. അങ്ങനെ തന്നെയാണ് എഴുതുന്നത് പ്രപ്പോസിഷണൽ ലോജിക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആൻഡ്, ഓർ, നോട്ട് അങ്ങനെയുള്ള കണക്റ്റീവ്സും ഈ പറഞ്ഞ പ്രപ്പോസിഷണൽ ലോജിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രപ്പോസിഷണൽ ലോജിക്കിൻ്റെ നെക്സ്റ്റ് ലെവലിൽ ഉള്ളൊരു റെപ്രസെൻറ്റേഷനാണ് പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ഒന്നും കൂടി കാര്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് തമ്മിലുള്ള റിലേഷൻസ്, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടല്ല, അതിന് പകരം ഇപ്പോൾ ഹ്യൂമൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരാൾ ഹ്യൂമൺ ആണ് എന്നുള്ള മീനിങ്ങിലൊക്കെ വരുന്ന ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന വേസിൽ പറഞ്ഞെന്ന് മാത്രം. കമ്മിങ് സ്ലൈഡ്സിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫോമൽ നോളജ് റെപ്രസെൻറ്റേഷൻ ലാംഗ്വേജസ് ഒക്കെ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ക്രിപ്ഷൻ ലോജിക് എന്ന് പറയുന്നത്. സോ സ്ട്രക്ചേർഡ് നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ്സ്, അതിൻ്റെ റിലേഷൻഷിപ്സ് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ലോജിക്, അതായത് ഡിസ്ക്രൈബ് ചെയ്യുക. എന്തൊരു സംഭവം കിട്ടിയാലും അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ലെവലിൽ ഉള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് എന്ത് പറയുന്നത്? ഡിസ്ക്രിപ്ഷൻ ലോജിക് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് എന്താണ് OWL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് റീസണിങ് നടത്താനും അതുപോലെ തന്നെ ഇതിൻ്റെ റെപ്രസെൻറ്റേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മെക്കാനിസംസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലോജിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ലെങ്തിയാണ്, മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല. നോർമലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രെഡിക്കേറ്റ് ലോജിക് വെച്ചിട്ടാണ് ഇപ്പോൾ കൂടുതലും ഡേറ്റാസും കാര്യങ്ങളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രപ്പോസിഷൻ ലോജിക്കും അങ്ങനെ ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പോലും പ്രെഡിക്കേറ്റ് ലോജിക്കാണ് കുറച്ചും കൂടി ഈസിയർ വേയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് റീസണിങ് നടത്തുന്നതെന്നാണ്. അപ്പോൾ റീസണിങ് നടത്താൻ വേണ്ടി 3 ടൈപ്പ് ഓഫ് റീസണിങ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഡിഡക്റ്റീവ് റീസണിങ്, ഇൻഡക്റ്റീവ് റീസണിങ്, അബ്ഡക്റ്റീവ് റീസണിങ്.
സോ നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിറൈവിങ് സ്പെസിഫിക് കൺക്ലൂഷൻസ് ഫ്രം ജനറൽ പ്രിമൈസസ് യൂസിങ് ലോജിക്കൽ റൂൾസ്. അതായത് ലോജിക്കൽ റൂൾസ് വെച്ചിട്ട് ഈ ജനറലായിട്ട് വരുന്ന പ്രിമൈസസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ഒരു സ്പെസിഫിക് കൺക്ലൂഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതിനാണ് എന്ത് പറയുക, ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുക. അപ്പോൾ ഒരു ഡേറ്റ പെട്ടെന്ന് പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ ഒരു ഡേറ്റ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ലോജിക്കായിട്ടുള്ള റൂൾസിനെ കൊടുക്കണം, അത് വെച്ചിട്ട് ജനറലായിട്ടുള്ള പ്രിമൈസസിനെ കൺസിഡർ ചെയ്യണം, എന്നിട്ട് വേണം ആ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്താനായിട്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഓൾ മാമൽസ് ആർ വാം ബ്ലഡഡ് ആൻഡ് വെയിൽസ് ആർ മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽസിൻ്റെ ബ്ലഡും എന്താണ്, വെയിൽസ് ആർ വാം ബ്ലഡഡ് എന്ന് നമുക്ക് പറയാൻ ആ ഒരു റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് അപ്പോൾ പ്രിമൈസസ് ആയിട്ടുള്ള ജനറൽ പ്രിമൈസസിൽ നിന്നും പുതിയതായിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റണം, സ്പെസിഫിക് കൺക്ലൂഷൻസിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള റീസണിങ് ആണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസിങ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻസ് ടു ബ്രോഡർ ജനറലൈസേഷൻസ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷനെ എന്ത് ചെയ്യാണ്, ബ്രോഡറായിട്ടുള്ള ഒരു ജനറലൈസേഷൻ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒബ്സർവിങ് ദാറ്റ് ഓൾ ഒബ്സർവ്ഡ് സ്വാൻസ് ആർ വൈറ്റ് മൈറ്റ് ലീഡ് ടു ദ ജനറലൈസേഷൻ ദാറ്റ് ഓൾ സ്വാൻസ് ആർ വൈറ്റ്. അപ്പോൾ നമ്മൾ ഈ സ്വാൻസ് ഒക്കെ വൈറ്റ് ആണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്, നമ്മളത് ഒബ്സർവ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഒബ്സർവേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജനറലൈസ് ആയിട്ടുള്ള കുറച്ച് ലീഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു എന്താണ് ഫാക്റ്റുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജനറലൈസേഷൻസിലേക്ക് കൊണ്ടുവരാം. അബ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യാം, ഇൻഫർ ചെയ്യാം. പക്ഷെ അത് എവിടെ നിന്നാന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ അൺസേർട്ടൈൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെ നിന്ന് എന്ത് ചെയ്യാം, ബെസ്റ്റ് എക്സ്പ്ലനേഷൻസ് ഇൻഫർ ചെയ്യുന്നതിനെയാണ് അബ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ഫൈൻഡ് എൻ എംപ്റ്റി നെസ്റ്റ്, നിങ്ങളിപ്പോൾ ഒരു എംപ്റ്റി ആയിട്ടുള്ളൊരു നെസ്റ്റ് കണ്ടു. സോ യു മൈറ്റ് ഇൻഫർ ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ അബൻഡൻഡ് ഓർ ദാറ്റ് ദ ബേർഡ്സ് ഹാവ് മൈഗ്രേറ്റഡ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, ഒന്നുകിൽ അതെന്താണ് അബൻഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബേർഡ്സ് ഹാവ് മൈഗ്രേറ്റഡ്, ഒന്നെങ്കിൽ ബേർഡ്സ് അവിടെ നിന്ന് മൈഗ്രേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത് രണ്ടൊരു ഒരു കൺക്ലൂഷനാണ് നമുക്ക് അവിടെ എത്തുക. സോ അബ്ജക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ അതാണ്, ഒന്നുമില്ലാത്ത ഒരു ഇൻഫർമേഷനും ഇല്ല, ഒരു സെർട്ടൈനിറ്റി ഇല്ല അതിന്. അപ്പോൾ നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അൺസെർട്ടൈൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് പോസിബിൾ ആയിട്ടുള്ളൊരു ബെസ്റ്റ് എക്സ്പ്ലനേഷൻ നമ്മളവിടെ ഇൻഫർ ചെയ്യുക എന്നുള്ളതാണ് അബ്ജക്റ്റീവ് റീസണിങ്ങിൽ വരുന്നത്. അതേപോലെ തന്നെ റീസണിങ്ങിൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന് ഫോർവേഡ് ചെയിനിങ് ആണ്, നെക്സ്റ്റ് വൺ ഈസ് ബാക്ക്വേർഡ് ചെയിനിങ്, ദെൻ ഓട്ടോമേറ്റഡ് തിയറം പ്രൂവിങ്. 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസണിങ് നടത്താൻ പറ്റും. ഫോർവേഡ് ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡാറ്റ ഡ്രിവൺ അപ്രോച്ചാണ്. അതായത് റീസണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന ഫാക്ട്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, റീസണിങ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ കുറേ റൂൾസ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പുതിയ പുതിയ ഫാക്ട്സുകൾ ഇങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അതായത് ഫോർവേഡ് ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനീഷ്യലി നമ്മുടെ കയ്യിൽ ഒരു ഡേറ്റ ഉണ്ടായിരിക്കും, ആ ഡേറ്റയിൽ എന്ത് ചെയ്യാണ്, അപ്ഡേഷൻസ് വരുത്തി അല്ലെങ്കിൽ റൂൾസൊക്കെ അപ്ലൈ ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫോർവേഡ് ചെയിനിങ്. ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുമ്പോൾ അതൊരു ഗോൾ ഡ്രിവൺ അപ്രോച്ചാണ്. ബിക്കോസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് എവിടെ എത്തേണ്ടത്, ഗോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആ ഗോളിലേക്ക് എങ്ങനെ എത്താം, അതിന് വേണ്ട ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ അതിന് വേണ്ട ഡേറ്റാസ് ഇതൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. സോ അതിനെ ബേസ് ചെയ്ത് ഗോള് നമുക്കറിയാം, എങ്ങനെ ആ ഗോളിലേക്ക് റീച്ച് ചെയ്യാമെന്നുള്ളതാണ് ബാക്ക്വേർഡ് ചെയിനിങ്ങിൽ വരുന്ന ഒരു പ്രോസസ്സ്. സോ അടുത്തത് ഓട്ടോമേറ്റഡ് തിയറം പ്രൂവിങ് ആണ്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ AIസിലൊക്കെ നമുക്ക് ഒരുപാട് അൽഗോരിതംസ് ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ലോജിക്കലായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ പ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഫോമൽ റൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുക, ഓട്ടോമേറ്റഡ് തിയറം പ്രൂവിങ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ അൽഗോരിതംസ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഒന്നുകിൽ പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ അത് ഡിസ്പ്രൂവ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസണിങ് ഒക്കെ നടത്താൻ പറ്റും.
നെക്സ്റ്റ് വരുന്നതാണ് എങ്ങനെയൊക്കെയാണ് ഓരോ നമുക്ക് പറഞ്ഞ ഈ ഒബ്ജക്ട്സ്, റിലേഷൻസ്, ഇവൻറ്റ്സ്, അതിൽ വരുന്ന ആക്ഷൻസ്, ടൈം, അതേപോലെ തന്നെ സ്പേസ് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ എങ്ങനെ അതിന് റീസണിങ് നടത്താൻ പറ്റും, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്ട്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദ എൻറ്റിറ്റീസ് ഓർ തിങ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഡൊമൈൻ ഓഫ് ഡിസ്കോഴ്സ്. അപ്പം ഒരു ഡിസ്കോഴ്സ് ഡൊമൈനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന തിങ്സോ അല്ലെങ്കിൽ എൻറ്റിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കാം, ദ ക്യാൻ ബി ഫിസിക്കൽ എൻറ്റിറ്റീസ് ആയിരിക്കാം, ലൈക്ക് ഒരു കാർ, ട്രീ, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് എൻറ്റിറ്റീസ് ആയിരിക്കാം, ലൈക്ക് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു ഐഡിയോ എന്ത് വേണമെങ്കിലും എന്തായിരിക്കാം ഒബ്ജക്റ്റായിട്ട് നമുക്കിവിടെ എടുക്കാം. അപ്പോൾ അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ക്ലാസ്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റൻസസ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ കാറിന് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, കളറ് അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ ഇയർ, ഇതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. സോ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലാസ്സസ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ടൊയോട്ട കാമറി ഈസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ്. കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ആണ് എന്ത്, ടൊയോട്ട കാമറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ റിലേഷൻഷിപ്സിനെ കൊണ്ടുവരാനും എന്ത് പറ്റും, ഈ പറഞ്ഞ ക്ലാസ്സസ് ആൻഡ് ഇൻസ്റ്റൻസിനും ആട്രിബ്യൂട്ട്സിനും പ്രോപ്പർട്ടീസിനും ആ രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനെ. ഇനി എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ റീസണിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷനിലൂടെ റീസണിങ് നടത്താം. അതായത് ഡിറ്റർമൈനിങ് ദ ക്ലാസ് ടു വിച്ച് ദ ഒബ്ജക്റ്റ് ബിലോങ്സ്, അതായത് ആ ഒബ്ജക്റ്റ് ഏത് ക്ലാസ്സിലാണ് വരിക എന്ന് നോക്കിയിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, റീസണിങ് നടത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഹാസ് ആൻ ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് 4 വീൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നതെന്ന് വെക്കാം. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ കാർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും, റീസണിങ് നടത്തുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡാറ്റാസ് കിട്ടും. ഇനി ഇൻഫറൻസ് ആണ്, അതായത് ഡിറൈവിങ് ന്യൂ ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്. നമ്മുടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് ന്യൂ ഇൻഫർമേഷൻസിനെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ ലക്ഷറി കാറായിട്ട് നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി കാർസ് ആർ എക്സ്പെൻസീവ് ആണ്. വൺ ക്യാൻ ഇൻഫർ ദാറ്റ് ദ ഒബ്ജക്റ്റ് ഈസ് ലൈക്ലി എക്സ്പെൻസീവ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്ട്സും എന്താണ്, എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ ഇൻഫർമേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാം. ഇനി റിലേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മൾ ഒബ്ജക്ട്സ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2-3 ഒബ്ജക്റ്റുകൾ എങ്ങനെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു, അത് നമ്മളുടെ റിലേഷൻ എന്താണ്, അതാണ് റിലേഷൻസ് വെച്ചിട്ട് പറയുന്നത്. They specify the nature of the interaction or linkage between different entities. അതായത് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനെയോ അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ലിങ്കിങ്ങോ നമ്മൾ പറയുന്നതിനെയാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബൈനറി റിലേഷൻസ്, NRA റിലേഷൻസ്, പ്രോപ്പർട്ടീസ്. ഈ രീതിയിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ബൈനറി റിലേഷൻസ് ആകുമ്പോൾ 2 എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻസാണ് പറ്റുള്ളൂ. NRA റിലേഷൻസ് എന്ന് പറയുമ്പോൾ മോർ ദൻ 2 എൻറ്റിറ്റീസ് ഉണ്ടായിരിക്കും. അത് തമ്മിലുള്ള റിലേഷൻസ് പറയുന്നതിനെയാണ് NRA റിലേഷൻസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് വെച്ചിട്ടെന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസിനെ എന്ത് ചെയ്യണം, റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബുക്ക് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് മൈറ്റ് ഹാവ് എ പ്രോപ്പർട്ടി റിട്ടൺ ബൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടാകും. ആരാണ് അതിൻ്റെ ഓതർ അല്ലേ, ആ ഓതറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഈ പറഞ്ഞ റിലേഷൻസിനെ റീസണിങ് നടത്താനായിട്ട് റിലേഷണൽ ഇൻഫറൻസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പാത്ത് ഫൈൻഡിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതായത് റിലേഷണൽ ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ ന്യൂ റിലേഷൻഷിപ്പ് എക്സിസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ന്യൂ റിലേഷൻഷിപ്പുകൾ ഇൻഫർ ചെയ്യാൻ പറ്റും. അതാണ് റിലേഷണൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഈ പാത്ത് ഫൈൻഡിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിറ്റർമൈൻ ദ സീക്വൻസ് ഓഫ് റിലേഷൻസ് ടു റീച്ച് ഫ്രം വൺ ഒബ്ജക്റ്റ് ടു എന്നത്ര. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വേറൊരു ഒബ്ജക്റ്റിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറേ സീക്വൻസ് ഓഫ് റിലേഷൻസിനെ ഇങ്ങനെ ഡിറ്റർമൈൻ ചെയ്തിട്ട് പാത്ത് ഇങ്ങനെ ഫൈൻഡ് ചെയ്യണം അല്ലേ. ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ പാത്ത് ഫൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീസണിങ് നടത്തുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ഇവൻറ്റ്സ് ആണ്. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒക്കറൻസസ് ഓർ ആക്ഷൻസ് ദാറ്റ് ഇൻവോൾവ് ചേഞ്ചസ് ഓർ ഇൻറ്ററാക്ഷൻസ് ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും ഒക്കറൻസസോ അല്ലെങ്കിൽ ആക്ഷൻസോ നമ്മളുടെ ഈ ഒരു വേൾഡിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ്
വരുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻസിനെയോ ഒക്കുറൻസിനെയോ ആണ് എന്ത് പറയുക ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ക്യാൻ ബി ഒന്നെങ്കിൽ സിംഗിൾ ഒക്കുറൻസ് ആവാം, അല്ലെങ്കിൽ കുറേ സീരീസ് ഓഫ് ആക്ഷൻസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ എന്താണെങ്കിലും എന്താണ് ഒരു റിയൽ വേൾഡിൽ എന്തായിരിക്കണം എന്തെങ്കിലും ഒരു ചേഞ്ചസ് അവിടെ വരുത്താനായിട്ട് ആ ഒരു ആക്ഷനോ അല്ലെങ്കിൽ ആ ഒരു ഒക്കുറൻസിനോ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും ഇവൻറ്റ് എന്ന് പറയും. സോ ഈ ഇവൻറ്റ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻറ്റ് ഇൻസ്റ്റൻസസ് ആക്കിയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇവൻറ്റ് ടൈപ്പ് നോക്കിയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവൻറ്റിൻ്റെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവൻറ്റ് ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്പെസിഫിക് ആയിട്ടുള്ള ഒക്കറൻസസ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോൺസ് ബർത്ത്ഡേ പാർട്ടി ഓൺ August 5, 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇവൻറ്റിൻ്റെ ഇൻസ്റ്റൻ്റ് ആണ്. സോ ഇവൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജനറൽ കാറ്റഗറീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ മീറ്റിംഗ്, ലെക്ചർ, വെഡ്ഡിങ്, ഇതൊക്കെ എന്താണ് ഓരോ ഇവൻറ്റ്സ് ആണ്. അപ്പോൾ അത് ടൈപ്സ് ഓഫ് ഇവൻറ്റ്സിൽ പെടും. അപ്പോൾ അങ്ങനെ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവൻറ്റിൻ്റെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിലോ ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ടൈം എവിടെയാണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിൻ്റെ ഡേറ്റ് എന്താണ്, അതിൻ്റെ പാർട്ടിസിപ്പൻസ് എന്താണ്, അതൊക്കെയാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് ഇവൻറ്റിൻ്റെ റീസണിങ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറൽ റിലേഷൻഷിപ്പ് വെച്ചിട്ടും കാഷ്വാലിറ്റി വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഇവൻറ്റ്സിന് റീസണിങ് നടത്താൻ പറ്റും. അതായത് കുറേ സീക്വൻസ് അല്ലെങ്കിൽ ടൈമിംഗ് ഓഫ് ഇവൻറ്റ്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടെമ്പറൽ റിലേഷൻഷിപ്പ് വയ്ക്കാം. അതായത് എ കഴിഞ്ഞിട്ട് ബി ആണ് വരുന്നത്, ബി എന്ന് കഴിഞ്ഞിട്ട് സി എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ആണ്. അങ്ങനെ നമുക്ക് അതിൻ്റെ ടൈമോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഓർഡർ ഓഫ് എങ്ങനെ ഏതൊരു സീക്വൻസിലാണ് അത് ഒക്കുർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ കാഷ്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫറൽ കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇവൻറ്റ്സ് ആണ്. അതായത് ഒരു ഇവൻറ്റ്സ് തമ്മിലുള്ള കാഷ്വൽ റിലേഷൻഷിപ്പിനെ ഇൻഫർ ചെയ്യുന്നതാണ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെയിൻ കോസസ് ഫ്ലഡ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ റെയിൻ അപ്പോൾ റെയിൻ എന്ന് പറയുന്നത് എപ്പോഴാണ് വൺ ക്യാൻ ഇൻഫർ ദാറ്റ് ഫ്ലഡ് മൈറ്റ് ഒക്കുർ. അപ്പോൾ എപ്പോഴാണോ റെയിന് എന്ന് പറയുന്നത് ഒക്കുർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫ്ലഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇൻഫർ ചെയ്യും. ബിക്കോസ് റെയിൻ വന്നാൽ എന്ത് വരും ഫ്ലഡ് ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ റെയിനെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ റെയിൻ എന്ന് പറഞ്ഞൊരു ഡേറ്റിനെ പറ്റി നമ്മൾ ഇൻഫർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും ഈ പറഞ്ഞ ഫ്ലഡിനെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യണം പറയേണ്ടി വരും. അതാണ് ആക്ഷൻസ് ആണ് അടുത്തത് വരുന്നത്. ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻസ് ആർ പ്രോസസ്സസ് ഓർ ഓപ്പറേഷൻസ് ക്യാരിഡ് ഔട്ട് ബൈ ഏജൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഓപ്പറേഷൻസിൻ്റെയോ പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുക ആക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വേൾഡിലെ ഒരു സ്റ്റേറ്റിന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താനായിട്ട് ആർക്ക് പറ്റും ഈ ആക്ഷൻസ് കൊണ്ട് പറ്റും. അടുത്താണ് റെപ്രസെൻറ്റേഷൻ. അതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്ഷൻസിനെ ഇൻസ്റ്റൻസ് ആയിട്ടും ആക്ഷൻസിൻ്റെ ടൈപ്സ് ആയിട്ടും ആക്ഷൻ്റെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ഷൻ ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഒക്കറൻസസ് ഓഫ് ആക്ഷൻസ് ആണ് എന്ത് പറയുന്നത് റെപ്രസെൻറ്റ് മീൻസ് ആക്ഷൻ ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ആലീസ് സെൻഡിങ് ആൻ ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻസ് ആണ്. സെൻഡ് മെയിലിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത് ഈ പറഞ്ഞ സെൻറ്റൻസ്. സോ ആക്ഷൻ്റെ ടൈപ്സ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ പർച്ചേസ്, റൈറ്റ്, ഡ്രൈവ്, റണ്ണ് അല്ലെങ്കിൽ ഈറ്റിംഗ് ഒക്കെ എന്താണ് ആക്ഷൻ ടൈപ്സ് ആണ്, ജനറൽ കാറ്റഗറീസിൽ വരുന്നതാണ്. ആക്ഷൻ്റെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ പെർഫോംസ് ദ ആക്ഷൻ ബൈ എന്ന് പറഞ്ഞൊരു ആക്ഷനാണ് ഓൺ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു തിങ്സിലാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിലാണ് എന്ത് ആക്ഷൻ പെർഫോം ചെയ്യുന്നത് ബൈ എന്ന് പറയുന്ന ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ലാപ്ടോപ്പ് ബീയിങ് ഓൺഡ് ബൈ ജോൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ കിട്ടും. അതായത് ലാപ്ടോപ്പ് ജോൺ ബൈ ചെയ്തു എന്നാണെങ്കിൽ അതിൻ്റെ ഓണർ ആയിരിക്കും ജോൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആക്ഷൻസിന് എന്ത് ചെയ്യാം പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനെങ്ങനെ റീസണിങ് ചെയ്യാന്ന് വെച്ചാൽ എഫക്റ്റ് ഓഫ് ആക്ഷൻസിന് എപ്പോഴും എന്തുണ്ടാവും ഒരു എഫക്റ്റ് ഉണ്ടാവും ഒരു ആക്ഷൻ കഴിയുമ്പോൾ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീസണിങ് നടത്താൻ പറ്റും. അതേപോലെ ഓരോ ആക്ഷൻസും എപ്പോൾ പെർഫോം ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം പ്ലാനിങ് നടത്തണം. സോ ഡിറ്റർമൈൻ ദ സീക്വൻസ് ഓഫ് ആക്ഷൻസ് ടു അച്ചീവ് എ ഗോൾ. അപ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ഷൻസ് വേണം. പക്ഷേ ആ ആക്ഷൻസ് എങ്ങനെ ഏത് ഓർഡറിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഗോളിനെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ റീസണിങ് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം ആക്ഷൻസിന് നമുക്ക് പ്ലാനിങ് വേണം. അടുത്താണ് ടൈം എന്ന് പറയുന്നത്. ടൈം ഈസ് എ ഡയമെൻഷൻ ഇൻ വിച്ച് ഇവൻറ്റ് ഒക്കുർ. എപ്പോഴാണ് ഒരു ഇവൻറ്റ് ഒക്കുർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡയമെൻഷനാണ് എന്തെന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് ദ സീക്വൻസ്, ഡ്യൂറേഷൻ ആൻഡ് ഇൻ്റർവെൽസ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ആക്ഷൻസ്.
അപ്പോൾ എന്തൊക്കെ വരാം, ഡ്യൂറേഷൻ വരാം, അത് രണ്ട് ഇവൻറ്റ്സ് തമ്മിലുള്ള ഇൻ്റർവെൽസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റും. സോ റെപ്രസെൻറ്റേഷനിൽ വരുന്നത് ടെമ്പറൽ പോയിൻറ്റ്സ് ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ടെമ്പറൽ ഇൻ്റർവെൽസ് ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ടെമ്പറൽ റിലേഷൻസ് ആക്കിയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെമ്പറൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞല്ലോ August 5, 2024 പറയുന്നത് ഒരു ടെമ്പറൽ പോയിൻ്റാണ്, ഒരു 1 day ഒറ്റ കാര്യമാണ്. അല്ലെങ്കിൽ ഒരു 10 AM എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെമ്പറൽ പോയിൻ്റാണ്. സ്പെസിഫിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് അതിനെയാണ് ടെമ്പറൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ടെമ്പറൽ ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇപ്പോൾ ഫ്രം August 1 to August 10 എന്ന് പറഞ്ഞൊരു ടൈം പീരീഡ് ആണല്ലേ. അപ്പോൾ രണ്ട് പോയിൻറ്റ്സുകൾ തമ്മിലുള്ള പീരീഡ്സ് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ ടെമ്പറൽ ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. ഇനി ടെമ്പറൽ റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, രണ്ട് ഡിഫറെൻറ്റ് ടൈം പോയിൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻസ് അതിനെയാണ് ടെമ്പറൽ എന്ന് പറഞ്ഞത്, റിലേഷൻസ് എന്ന് പറയുന്നത്. അതായത് ബിഫോർ, ആഫ്റ്റർ, ഡ്യൂറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എന്ത് പറയുക? ടെമ്പറൽ റിലേഷൻസിലാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ടൈമിനെ റീസണിങ് നടത്തുന്നത് എന്നാണ്. അപ്പോൾ ടെമ്പറൽ സീക്വൻസ് ആയിട്ട് നമുക്ക് റീസണിങ് നടത്താൻ പറ്റും. അതേപോലെ തന്നെ ഡ്യൂറേഷൻ കാൽക്കുലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റീസണിങ് നടത്താൻ പറ്റും. അപ്പോൾ ടെമ്പറൽ സീക്വൻസിങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഓർഡറിലാണ് ഇവൻറ്റ്സ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറൽ സീക്വൻസിങ് വെച്ചിട്ട് നമുക്ക് റീസണിങ് നടത്താൻ പറ്റും. അതായത് ഇപ്പോൾ ഇവൻ്റ് എ ഒക്കേഴ്സ് ബിഫോർ ഇവൻ്റ് ബി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട്. പിന്നെ ഡ്യൂറേഷൻ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട്സ് അറ്റ് 2 PM ആണ്, പക്ഷേ എൻഡ്സ് അറ്റ് 3 PM. അപ്പോൾ അതിൻ്റെ 1 hour ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഡ്യൂറേഷൻ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ റീസണിങ് നടത്താൻ പറ്റും. അതായത് ലെങ്ത് ഓഫ് ഓരോന്നിൻ്റെയും ഓരോ ഇവൻറ്റും ലാസ്റ്റ് ചെയ്യുന്നത് എത്ര ടൈം പീരീഡിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്താണ് സ്പേസ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ ഫിസിക്കൽ ഓർ കോൺസെപ്ച്വൽ ലൊക്കേഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഇവൻറ്റ്സ്. അപ്പോൾ ഈ പറഞ്ഞ ഒബ്ജക്ട്സിനെയോ ഇവൻറ്റ്സിനെയോ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് സ്പേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേഷ്യൽ പോയിൻറ്റ്സ് ആക്കിയിട്ടും സ്പേഷ്യൽ റീജിയൻസ് ആക്കിയിട്ടും സ്പേഷ്യൽ റിലേഷൻസ് ആക്കിയിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കോർഡിനേറ്റ്സ് അതാണ് സ്പേഷ്യൽ പോയിൻറ്റ്സ്, ഒറ്റ പോയിൻറ്റും. സ്പേഷ്യൽ റീജിയൻസ് പറയുമ്പോൾ ഓഫീസ്, റൂം, ഹോസ്പിറ്റൽ അങ്ങനത്തെ ഉള്ള ഏരിയാസ്, സോൺസ് ഒക്കെ നമുക്ക് അതിൽ പെടുത്താൻ പറ്റും. സ്പേഷ്യൽ റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ടു അല്ലെങ്കിൽ എബവ്, ഇൻസൈഡ് അങ്ങനെ നമ്മൾ പറയില്ലേ, അതിനെയാണ് എന്ത് പറയുക? സ്പേഷ്യൽ റിലേഷൻസ് ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറയുന്നത്. റീസണിങ് എന്ന് പറയുമ്പോൾ സ്പേഷ്യൽ റീസണിംഗ് ഉണ്ട്, നാവിഗേഷനും ഉണ്ട്. സ്പേഷ്യൽ റീസണിംഗ് എന്ന് പറയുമ്പോൾ ഇഫ് ജോൺ ഈസ് ഇൻ എ റൂം എ എന്നാണെങ്കിൽ ആൻഡ് റൂം ബി ഈസ് നെക്സ്റ്റ് ടു റൂം എ ആണെങ്കിൽ ജോൺ ക്യാൻ ബി ഇൻഫേർഡ് ടു ബി നിയർ റൂം ബി അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ജോണിൻ്റെ നെക്സ്റ്റ് റൂമാണ്, നിയറസ്റ്റ് റൂമാണ് റൂം ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് സ്പേഷ്യൽ റീസണിങ് എന്ന് പറയുന്നത്. വേറൊരു ഉള്ള സംഭവത്തിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അടുത്തൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയ ഒരു ഫാക്റ്റുകൾ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻഫർ ചെയ്യാനും നമുക്കിതിൽ നിന്ന് സാധിക്കും. നാവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു നീഡ് ടു ഗെറ്റ് ഫ്രം ഓഫീസ് എ ടു ഓഫീസ് ബി ആ സ്പേഷ്യൽ റീസണിങ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ ബെസ്റ്റ് റൂട്ടുകൾ. നാവിഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമുക്കിപ്പോഴും ബെസ്റ്റ് റൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ഈ പറഞ്ഞിട്ടുള്ള സ്പേഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും നാവിഗേഷൻ വെച്ചിട്ട്. ഓക്കെ, അടുത്തതാണ് ഈ പറഞ്ഞ എങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റേഷൻസ്, നോളജ് എങ്ങനെയൊക്കെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ വരുന്നൊരു ടോപ്പിക് പ്രപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്നത്. സോ പ്രപ്പോസിഷണൽ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലോജിക് വെർ ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ബൈ പ്രപ്പോസിഷൻസ്. അതായത് ഒരു സിംപ്ലി നമ്മളൊരു ലോജിക്ക് എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? പ്രപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു തുടങ്ങാം. ഇറ്റ് ഈസ് എ സൺഡേ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ, അതൊരു ലോജിക്കാണ് അല്ലേ. ഇന്ന് സൺഡേ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോജിക്കാണ്. പക്ഷേ ഇന്ന് സൺഡേ ആണെങ്കിൽ അതെന്താണ്? ട്രൂ ആണ്. അല്ല അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ട്യൂസ്ഡേ പോയിട്ട് നമ്മൾ പറയുകയാണ് ഇറ്റ് ഈസ് സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെയുള്ള ഈ ഒരു ലോജിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
പ്രപ്പോസിഷൻസ്. ഇറ്റ് ഈസ് സൺഡേ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രപ്പോസിഷനാണ്. ഇങ്ങനെയുള്ള പ്രപ്പോസിഷൻസ് വെച്ചിട്ട് നമ്മൾ ലോജിക്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് എഴുതുന്ന ആ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് പ്രപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ട്രൂ ആയിരിക്കാം, ഫോൾസ് ആയിരിക്കാം. അത് അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് നോളജ് റെപ്രസെൻറ്റേഷൻ ഇൻ എ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ റെപ്രസെൻറ്റേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3+3 എന്ന് പറയുന്നത് ഒരു 7 ആണെന്ന് നമ്മൾ എഴുതി. പക്ഷെ അതെന്താണ്? ഫോൾസ് പ്രപ്പോസിഷനാണ്. 5 ഈസ് എ പ്രൈം നമ്പർ. അതെന്താണ്? ട്രൂ ആണ്. സോ ദ സൺ റൈസസ് ഫ്രം വെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഫോൾസ് ആയിട്ടുള്ളൊരു പ്രപ്പോസിഷനാണ്. വെസ്റ്റിൽ നിന്നല്ല സൺറൈസസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ടൊരു ഫോൾസ് പ്രപ്പോസിഷനാണ്. ഇറ്റ് ഈസ് സൺഡേ എന്ന് പറയുന്നതിൻ്റെ കേസ് എന്താണ്? സൺഡേ ആണെങ്കിൽ എന്താണ്? അത് ട്രൂ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ സിറ്റുവേഷൻസിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റുക. ഇനി എങ്ങനെയാണ് ഈ പ്രപ്പോസിഷൻ ലോജിക്സ് എഴുതുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. The syntax of proposition logic defines the allowable sentences for the knowledge representation. There are 2 types of propositions ആണുള്ളത്. അപ്പോൾ സിൻടാക്സ് പറയുന്നതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് പറയണം? 2 ടൈപ്പ് ഓഫ് പ്രപ്പോസിഷൻസ് ആണുള്ളത്. അറ്റോമിക് പ്രപ്പോസിഷൻ, അതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ അറ്റോമിക് പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രപ്പോസിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 2+2 = 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രൂ ആണ്, ട്രൂ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. സോ അങ്ങനെ നമ്മൾ സിമ്പിളി എഴുതുന്നതിനാണ് എന്ത് പറയുക? അറ്റോമിക് പ്രപ്പോസിഷൻ എന്ന് പറയാം. സോ അടുത്തതാണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ. കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 or more അറ്റോമിക് പ്രപ്പോസിഷൻസ് കമ്പൈൻ ചെയ്തിട്ട് എഴുതുന്നതാണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ. അതായത് ഇപ്പോൾ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ ആൻഡ് സ്ട്രീറ്റ് ഈസ് വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മഴയുണ്ട്, എന്താണ്? സ്ട്രീറ്റ്സൊക്കെ വെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ്? 2 എന്ത് വന്നു? പ്രപ്പോസിഷൻ ലോജിക് വന്നു, പ്രപ്പോസിഷൻസ് വന്നു. ഈ 2 പ്രപ്പോസിഷൻസിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോമ്പൗണ്ട് പ്രപ്പോസിഷൻസ്. അതായത് 2 സെൻറ്റൻസുകൾ കൂട്ടി എഴുതുന്നതിനാണ് എന്ത് പറയുക? കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയുക. ഒരു സിമ്പിൾ സെൻറ്റൻസുകൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അതിനെന്ത് പറയും? അറ്റോമിക് പ്രപ്പോസിഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സിനെ കൂടി ചേർത്ത് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ലോജിക്കൽ കണക്റ്റീവ്സ് വേണം. ഈ ലോജിക്കൽ കണക്റ്റീവ്സ് ആർ യൂസ്ഡ് ടു കണക്ട് 2 സിംപ്ലർ പ്രപ്പോസിഷൻ. 2 സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ അപ്പോഴാണ് എന്ത് ചെയ്യുക? സെൻറ്റൻസ് എന്താവുക? ലോജിക്കലി കറക്റ്റ് ആവുക. So we can create compound compositions with the help of logical connectives. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ മെയിൻലി 5 കണക്റ്റീവ്സ് ആണുള്ളത്. The first one is conjunction, disjunction, implication, biconditional and negation. സോ ഇവിടെ അതിനുള്ള കണക്റ്റീവ് സിമ്പിൾസ് ഉണ്ട്, ഈ അതിന് പറയുന്ന വേർഡ് ഉണ്ട്, അതേപോലെ അതിന് പറയുന്ന ടെക്നിക്കൽ ടേം കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ഈ പ്രപ്പോസിഷണൽ ലോജിക്കിൻ്റെ കീ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ടൊരു പ്രപ്പോസിഷൻ ലോജിക്ക് വേണ്ടുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് എന്ത്? പ്രപ്പോസിഷൻസ് വേണം. ഈ പ്രപ്പോസിഷൻസ് ആണ് അതിൻ്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇൻ പ്രപ്പോസിഷൻ ലോജിക്കിൽ പ്രപ്പോസിഷൻസ് ആർ ദി ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. സോ പ്രപ്പോസിഷൻ റെപ്രസെൻറ്റ്സ് ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി ദി ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത്. ഒരിക്കലും ഒരു സെൻറ്റൻസ് എന്താവില്ല? ട്രൂവും ഫോൾസും ആവില്ല. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അങ്ങനെ ആയിട്ടുള്ള ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് എന്ത് പറയുക? പ്രപ്പോസിഷൻസ് ആക്കിയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ട കാര്യം എന്താണ്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ആദ്യം നമുക്ക് പ്രപ്പോസിഷൻസ് വേണം, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വേണം, പിന്നെന്ത് വേണം? ട്രൂത്ത് വാല്യൂസ് വേണം. അതായത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതിന് ട്രൂത്ത് വാല്യൂസ് വേണം. ഇത്രയുമാണ് എന്തിൻ്റെ കമ്പോണൻസ് ആക്കിയിരിക്കുന്നത്? നമ്മുടെ പ്രപ്പോസിഷൻ ലോജിക്കിൽ വരുന്ന കമ്പോണൻസ്. സോ ഇനി ഈ പ്രപ്പോസിഷൻ ലോജിക്കിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി കനോട്ട് റെപ്രസെൻറ്റ് റിലേഷൻസ് ലൈക്ക് ഓൾ, സം ഓർ നൺ വിത്ത് പ്രപ്പോസിഷൻ ലോജിക്. ഫോർ എക്സാമ്പിൾ, ഓൾ ദ ഗേൾസ് ആർ ഇൻ്റലിജൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അവിടെ ഈ പറയാൻ പറ്റും, പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിനെ ഈ ഒരു പ്രപ്പോസിഷൻ ലോജിക് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനേ പറ്റും. കാരണം ഓൾ എന്ന് പറയുന്നൊരു കണക്റ്റീവ് സിമ്പലോ ഒന്നും നമുക്കവിടെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ കുറച്ച് സം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമുക്കവിടെ പറ്റില്ല. അല്ലെങ്കിൽ നൺ ഒന്നുമില്ല എന്നുള്ളതിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് അവിടെ സിമ്പിൾസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ ഓൾ ദ ഗേൾസ് ആർ ഇൻ്റലിജൻറ്റ്, സം ആപ്പിൾസ് ആർ സ്വീറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുകൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പ്രപ്പോസിഷൻ ലോജിക് വെച്ചിട്ട് പറ്റില്ല. അപ്പോൾ പ്രപ്പോസിഷൻ ലോജിക് ഹാസ് എ ലിമിറ്റഡ് എക്സ്പ്രസീവ് പവർ ആണുള്ളതെന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇൻ പ്രപ്പോസിഷൻ ലോജിക്കിൽ വി കനോട്ട് ഡിസ്ക്രൈബ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് ദെയർ പ്രോപ്പർട്ടീസ് ഓർ അതിൻ്റെ ലോജിക്കൽ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻസൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, ഫസ്റ്റ് ഓർഡർ ലോജിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ വേ ഓഫ് നോളജ് റെപ്രസെൻറ്റേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻഷൻ ടു പ്രപ്പോസിഷൻ ലോജിക്. അതായത് പ്രപ്പോസിഷണൽ ലോജിക്കിലുള്ള അതേ കോൺസെപ്റ്റുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷനാണ് എന്ത് ഫസ്റ്റ് ഓർഡർ ലോജിക് എന്ന് പറയുന്നത്. സോ FOL ഇസ് സഫിഷ്യൻ്റ്ലി എക്സ്പ്രസീവാണ്, കുറച്ചും കൂടി പ്രപ്പോസിഷൻ ലോജിക്കിനേക്കാളും ഒന്നുകൂടി എക്സ്പ്രസീവാണ് ടു റെപ്രസെൻറ്റ് നാച്ചുറൽ ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ കൺസൈസ് വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലോജിക് ഈസ് ഓൾസോ നോൺ ആസ് പ്രെഡിക്കേറ്റ് ലോജിക്. പ്രെഡിക്കേറ്റ് ലോജിക് എന്നാണ് എന്തിനെ പറയുന്നത്, ഫസ്റ്റ് ഓർഡർ ലോജിക്കിനെ പറയുന്നത്. സോ ഫസ്റ്റ് ഓർഡർ ലോജിക് ഈസ് എ പവർഫുൾ ലാംഗ്വേജ് ദാറ്റ് ഡെവലപ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഒബ്ജെക്ട്സ് ഇൻ എ മോർ ഈസി വേ ആൻഡ് ക്യാൻ ഓൾസോ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദോസ് ഒബ്ജെക്ട്സ്. അപ്പോൾ നമുക്ക് വളരെ ഈസിയസ്റ്റായിട്ട് നമ്മളുടെ ഒബ്ജക്ട്സിനെയും കാര്യങ്ങളെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാനും ഒക്കെ വളരെ ഈസി ആയിട്ട് ഇവിടെ നടക്കും. നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലോജിക്കിൽ 2 സെൻറ്റൻസുകളാണുള്ളത്, അറ്റോമിക് സെൻറ്റൻസും അതേപോലെ തന്നെ കോംപ്ലക്സ് സെൻറ്റൻസും. അറ്റോമിക് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അറ്റോമിക് സെൻറ്റൻസ് ആർ ദ മോസ്റ്റ് ബേസിക് സെൻറ്റൻസസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ലോജിക്. ദീസ് സെൻറ്റൻസസ് ആർ ഫോംഡ് ഫ്രം എ പ്രെഡിക്കേറ്റ് സിമ്പിൾ ഫോളോഡ് ബൈ എ പാരാന്തസിസ് വിത്ത് എ സീക്വൻസ് ഓഫ് ടേംസ്. അതായത് എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. വി ക്യാൻ റെപ്രസെൻറ്റ് ദ അറ്റോമിക് ആസ് പ്രെഡിക്കേറ്റ് ടേം 1, ടേം 2, ടേം 1 അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, രവി ആൻഡ് അജയ് ആർ ബ്രദേഴ്സ് എന്നാണെന്ന് വിചാരിക്കാം. ഇവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ബ്രദേഴ്സ് ഓഫ് രവി അജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, രവിയും അജയും ബ്രദേഴ്സാണ്. ഇനി ചിങ്കി ഈസ് എ ക്യാറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് വിചാരിക്കുക. അപ്പോൾ എന്ത് പറഞ്ഞാൽ മതി, ക്യാറ്റ് ഓഫ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചിങ്കി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ചിങ്കി ഈസ് എ ക്യാറ്റ് എന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. സോ ഫസ്റ്റ് ഓർഡർ ലോജിക്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ റിലേഷൻഷിപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓർഡർ ലോജിക്കിൽ സാധിക്കും. അടുത്തതാണ് കോംപ്ലക്സ് സെൻറ്റൻസസ്. കോംപ്ലക്സ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2-3 അറ്റോമിക് സെൻറ്റൻസസുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തൊക്കെ ചെയ്യുന്നത്, കോംപ്ലക്സ് സെൻറ്റൻസസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കണക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓർഡർ ലോജിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ സബ്ജക്റ്റും മറ്റത് അതിൻ്റെ പ്രെഡിക്കേറ്റുമാണ്. സോ സബ്ജക്റ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, സബ്ജക്റ്റാണ് ഏതൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും മെയിൻ പാർട്ടായിട്ട് വരുന്നത്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് തമ്മിലുള്ള റിലേഷനെ പറയുന്ന ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. സോ വിച്ച് ബൈൻഡ്സ് 2 ആറ്റംസ് ടുഗെദർ ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം 2 അറ്റോമിക്കിനെ ബൈൻഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കുന്ന ഒരു കോൺസെപ്റ്റാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. സോ കൺസിഡർ എക്സ് ഈസ് എൻ ഇൻറ്റീജർ എന്ന് പറയുകയാണെങ്കിൽ 2 പാർട്ടാണുള്ളത്. ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൻ ഇൻറ്റീജർ. അതായത് എക്സ് എന്ന് പറയുന്നതാണ് എന്ത്, സബ്ജക്റ്റ് പാർട്ട്. ഈസ് ആൻ ഇൻറ്റീജർ എന്ന് പറയുന്നതാണ് എന്ത്, അതിൻ്റെ പ്രെഡിക്കേറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ ലോജിക്കിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഇനി എന്തൊക്കെയാണ് ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ ലോജിക് എന്നാണ് പറയുന്നത്. ഒന്ന്, അതിന് കോൺസ്റ്റൻ്റ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ എന്തെങ്കിലും നെയിംസോ അല്ലെങ്കിൽ നമ്പേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിമൽസോ എന്ത് വേണമെങ്കിലും ആവാം, കോൺസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ഉണ്ടായിരിക്കും. അതേപോലെ വാരിയബിൾസ് ഉണ്ടായിരിക്കും, XYZ AB അങ്ങനെ. പിന്നെ അതേപോലെ പ്രെഡിക്കേറ്റ് ഉണ്ടാവും, ബ്രദർ, ഫാദർ അങ്ങനെ പറഞ്ഞ റിലേഷൻഷിപ്പുകൾ വരും. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ SQRT എന്നിവിടെ മീൻ ചെയ്യുന്നത് സ്ക്വയർ റൂട്ട് ഓഫ്, ലെഫ്റ്റ് ലെഗ് ഓഫ് അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഫങ്ഷൻസിനൊക്കെ സിംപ്ലി നമുക്ക് എഴുതാനായിട്ട് പറ്റും. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ അങ്ങനെ പറയുന്ന ഫങ്ഷൻസൊക്കെ. കണക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ആൻഡ്, ഓർ, നോട്ട്, ഇംപ്ലിക്കേഷൻ, ബൈ കണ്ടീഷണൽ അതൊക്കെ കണക്റ്റീവ്സ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടെ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്വാണ്ടിഫയേഴ്സ് വരുന്നുണ്ട്. ഈ ക്വാണ്ടിഫയർ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷണൽ ലോജിക്കിൻ്റെ ലിമിറ്റേഷൻ ഇവിടെ ഓവർകം ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സിമ്പൽ എന്താണ്, ഓൾ എല്ലാം വരുന്നത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനാണ്. ഓൾ സിമ്പലാണ് ഫസ്റ്റത്തെ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് സം ഓഫ് എന്ന് പറയുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. എന്ന് പറയുന്ന സിമ്പൽ തിരിച്ചിട്ട് ആ ഒരു സിമ്പൽ. ഓക്കെ,
അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് ക്വാണ്ടിഫയേഴ്സായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സിമ്പലാണ് എല്ലാം ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ കാണിക്കാനും, അതേപോലെ ഈ ഒരു സിമ്പലാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, ഫോർ സം എന്ന് പറയുന്ന സിമ്പലിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് സൗണ്ട്നെസ് ആൻഡ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത്. സൗണ്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ പറയാണ് ഒരു സംഭവം ട്രൂ ആണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു അനാലിസിസിൻ്റെ ബേസിലാണ് നമ്മൾ പറയുക എന്ത്, ഒരു കാര്യം ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സൗണ്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് അനാലിസിസ് സേസ് ദാറ്റ് എക്സ് ഈസ് ട്രൂ ദെൻ എക്സ് ഈസ് ട്രൂ. അതായത് നമ്മൾ അനലൈസൊക്കെ നടത്തി നമ്മൾ പറയുകയാണ് ഈ പറഞ്ഞൊരു കാര്യം ട്രൂ ആണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കുന്നു, ആ ഒരു കാര്യം ട്രൂ ആയിട്ട് തന്നെ സംഭവിക്കുന്ന ഒരു കേസിലാണ് നമ്മൾ എന്ത് പറയുക, സൗണ്ട്നെസ് എന്ന് പറയുന്നത്. അതേപോലെ കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് എന്ന് പറയുന്നത് ട്രൂ ആണ്, അതായത് ഈ എക്സ് ഈസ് ട്രൂ ദെൻ അനാലിസിസ് സേസ് എക്സ് ഈസ് ട്രൂ. അതായത് ട്രൂ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് എന്ത് തന്നെ കിട്ടി, ആ ഒരു കാര്യം എക്സ് എന്ന് പറയുന്ന കാര്യം ട്രൂ ആണ് എന്ന് തന്നെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, കംപ്ലീറ്റ്നെസ് എന്ന് പറയും. സോ ട്രിവിയലി പറയുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച്, പക്ഷേ കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറയുന്നതാണ് എന്ത്, കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത്. സോ സൗണ്ട്നെസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ദാറ്റ് സ്റ്റേസ് ഇഫ് എൻ അനാലിസിസ് സേസ് ദാറ്റ് എക്സ് ഈസ് ട്രൂ ദെൻ എക്സ് ഈസ് ആക്ച്വലി, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ വാട്ട് ഇറ്റ്സ് സേയിങ് ദാറ്റ് ഒരു അനാലിസിസ് പറയുകയാണ് ദേ ആർ കണ്ടെയ്ൻഡ് ഇൻ ദ ട്രൂ തിങ്സ് എന്ന് പറയുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് മീൻസ് ദാറ്റ് എ ട്രിവിയലി സൗണ്ട് അനാലിസിസ് വൺ ഇസ് ദാറ്റ് സേസ് നത്തിങ്. പ്രത്യേകിച്ചൊന്നും പറയുന്നൊന്നുമില്ല, പക്ഷേ അനാലിസിസ് നടത്തിയിട്ട് ഒരു കാര്യം ട്രൂ ആണെന്ന് പറയുന്നു, പിന്നീട് അത് ആക്ച്വലി ട്രൂ ആവുന്നൊരു സംഭവം, അതിനെയാണ് സൗണ്ട്നെസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ്, എന്താണ്, നമ്മൾ ഓൾറെഡി ട്രൂ ആയിട്ടുള്ളൊരു കാര്യം അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ പറയുകയാണ് എക്സ് ഈസ് ട്രൂ എന്ന് പറയുകയാണ്. അടുത്തതാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ചെയിനിങ്. സോ ഫോർവേഡ് ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതാണ്. ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇൻഫറൻസ് എഞ്ചിൻ ഗോ ത്രൂ ഓൾ ദ ഫാക്ട്സ്, കണ്ടീഷൻസ്, ഡെറിവേഷൻസ് ബിഫോർ ഡെഡ്യൂസിങ് ആൻ ഔട്ട്കം. അതായത് ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ട്സ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ച സംഭവങ്ങൾ, ഇതിനെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഔട്ട്കം നമ്മൾ ജനറേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റേനെ എന്തിനു വേണ്ടി യൂസ് ചെയ്യാണ്, നമുക്കൊരു ഡിസിഷൻ ടേക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്. ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുക, ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. ഇറ്റ് വർക്ക്സ് ഫ്രം ആൻ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് റീച്ചസ് ദ ഫൈനൽ ഗോൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗോൾ സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തും. പക്ഷേ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, നമ്മുടെ കയ്യിൽ ഒരു അഡീഷണൽ ഡാറ്റ കൂടെ നമ്മുടെ കയ്യിലുണ്ടാവും. ആ ഡാറ്റേനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ എന്ത് പോവുക, ഈ പറഞ്ഞിട്ടുള്ള ചെയിനിങ്ങിന് നമ്മളെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഗിവൺ ബി, അതായത് ഹീ ഈസ് റണ്ണിങ്, ഇഫ് ഹീ ഈസ് റണ്ണിങ് ഹീ സ്വെറ്റ്സ്. ഇംപ്ലിക്കേഷൻ സിമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇഫ് ഹീ ഈസ് റണ്ണിങ് ഹീ സ്വെറ്റ്സ്, അപ്പോൾ ഹീ ഈസ് സ്വെറ്റിംഗ് എന്ന് പറയാം. ഹീ ഈസ് റണ്ണിങ് ആണ്, അപ്പോൾ റൺ ചെയ്യുകയാണെങ്കിൽ അയാൾ സ്വെറ്റ് ആവും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും, ഹീ ഈസ് സ്വെറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഫോർവേഡ് ചെയിനിങ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലൊരു ഇൻഫോർമേഷൻ ഉണ്ട് ഹീ ഈസ് റണ്ണിങ് ആണെന്ന്. ആ ഒരു ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിയത് ഹീ ഈസ് സ്വെറ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻഫറൻസ് സിസ്റ്റംസ് നോസ് ദ ഫൈനൽ ഡിസിഷൻ ഓർ ഗോൾ. അതായത് ഫൈനലായിട്ടുള്ള ഡിസിഷൻ എന്താണോ, ഒരു ഗോൾ എന്താണോ, അത് ഈ പറഞ്ഞ ബാക്ക്വേർഡ് ചെയിനിങ്ങിൽ നമുക്കറിയാം. നമുക്ക് വേണ്ടത് എങ്ങനെ നമുക്ക് ഈ ഗോളിലേക്ക് എത്താം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഫൈനൽ ഡിസിഷനിലേക്ക് എത്താം എന്നുള്ളതാണ് എവിടെ വരിക, ഈ പറഞ്ഞിട്ടുള്ള ബാക്ക്വേർഡ് ചെയിനിങ്ങിൽ വരുന്നത്. സോ നമ്മളൊരു ഗോൾ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി എങ്ങനെ ആ ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താം എന്ന് വേണ്ട ഏതൊക്കെ ഫാക്റ്റുകളെ നമ്മൾ കൺസിഡർ ചെയ്യണം, ഏതൊക്കെ കണ്ടീഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ എവിടെ എത്തണം, നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണ്, ആ പാത്ത് ഫൈൻഡ് ചെയ്യുന്നതാണ് എന്ത്, ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ ഇപ്പം നിൽക്കുന്ന കണ്ടീഷൻ, അതായത് ഗോൾ എന്താണ്, ഹീ ഈസ് സ്വെറ്റിംഗ് ആണ്, അയാളിപ്പോൾ സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സോ ഇഫ് ഹീ ഈസ് റണ്ണിങ് ഹീ സ്വെറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? ഹീ ഈസ് റണ്ണിങ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റണം, തിരിച്ച് പറയാൻ പറ്റണം. അതാണ് ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുന്നത്. ഗോൾ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നതാണ് ബാക്ക്വേർഡ് ചെയിനിങ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഗോൾ സ്റ്റേറ്റിലോട്ട് എത്തുന്നതിനാണ് എന്ത് പറയുക? ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയുമാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ മെയിനായിട്ടും നോളജ് റെപ്രസെൻറ്റേഷനും ഓണ്ടോളജീസ്, അതേപോലെ തന്നെ അടുത്ത് തന്നെ പ്രപ്പോസിഷൻ ലോജിക്ക്, അതേപോലെ ഫസ്റ്റ് ഓർഡർ ലോജിക്, സൗണ്ട്നെസ് ആൻഡ് കംപ്ലീറ്റ്നെസ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ചെയിനിങ്. ഇത്രയുമാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന മെയിൻ ടോപ്പിക്സ്. ഓക്കെ.